അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ പാർട്ടിൽ നോക്കി. ഇന്ന് നമ്മൾ പ്രോബ്ലം ആണ് നോക്കുന്നത്. സോ പാർട്ട് 2 നോക്കാം. സോ ഇവിടെ കുറച്ച് ട്രാൻസാക്ഷൻസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ ഡ്യുവൽ എഫക്റ്റ് ഫോർ ഈച്ച് ഓഫ് ദ ട്രാൻസാക്ഷൻ? ഓരോ ട്രാൻസാക്ഷൻ്റെയും ഡ്യുവൽ എഫക്റ്റ് കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ എന്തായിരുന്നു അക്കൗണ്ടിങ് ഇക്വേഷൻ? അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് അല്ലേ? ഓക്കെ. സോ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസസ് ഫോർ ക്യാഷ്. ക്യാഷ് പർച്ചേസ് ആണ്. സോ ക്യാഷ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുത്തു അല്ലേ? ക്യാഷ് എന്ന് പറയുന്ന കറണ്ട് അസറ്റ് കുറഞ്ഞു, ക്യാഷ് കുറഞ്ഞു. ആൻഡ് ഓൾസോ പർച്ചേസ് ആണ് ഇൻവെൻറ്ററി. ഓക്കെ, ഇൻവെൻറ്ററി എന്ത് ചെയ്തു? കൂടി. സോ ഇൻവെൻറ്ററി ഒരു കറണ്ട് അസറ്റ് ആണ്, ഇൻവെൻറ്ററി കൂടി. അടുത്തത് പർച്ചേസസ് ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റിനാണ്, ക്യാഷ് കൊടുത്തില്ല ബട്ട് പർച്ചേസ് ഉണ്ട്. സോ എഗെയിൻ ഇൻവെൻറ്ററി കൂടി. നമ്മൾ ക്രെഡിറ്റിനാണ്, അതായത് പിന്നെ കൊടുക്കും. സോ ഇറ്റ് ഈസ് എ ലയബിലിറ്റി. ലയബിലിറ്റി ആണ് നമ്മൾ പേ ചെയ്യാനുണ്ട്. സോ പേയബിൾസ് ഓൾസോ ഇൻക്രീസസ്. അടുത്ത് ക്യാഷ് സെയിൽസ് മേക്കിംഗ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്. നമ്മളൊരു ക്യാഷ് സെയിൽസ് നടത്തി, അതിൽ നമുക്ക് എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട്. സോ ക്യാഷ് സെയിൽസ്. സോ ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പം ക്യാഷ് കിട്ടി. സോ ക്യാഷ് എന്ന് പറയുന്ന കറണ്ട് അസറ്റ് ഇൻക്രീസസ്. ആൻഡ് നമ്മുടെ ഇൻവെൻട്രി ആണ് പോയത്. സെല്ല് ചെയ്യുമ്പം നമ്മുടെ ഇൻവെൻട്രി കുറയല്ലേ? സോ ഇൻവെൻറ്ററി കുറഞ്ഞു. ഓൾസോ എന്ത് കൂടി? പ്രോഫിറ്റ് ഉണ്ടായി. പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇഫ് പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വിറ്റി അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഓൾസോ കൂടും. സോ ക്യാപിറ്റൽ എന്ത് ചെയ്തു? കൂടി. ക്യാപിറ്റൽ കൂടി. അടുത്തത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. നമ്മൾ സെല്ല് ചെയ്തു, അപ്പം ഇൻവെൻട്രി പോയി, നമ്മൾ ക്രെഡിറ്റിനാണ് വിറ്റത്. അതായത് നമ്മൾക്ക് പിന്നെ പൈസ കിട്ടും. ഓക്കെ, ഇപ്പം നിങ്ങൾ സാധനം കൊണ്ടുവെക്കൂ, പിന്നെ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സാധനം സെല്ല് ചെയ്തത്. ആ സെയിൽസിൽ നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ട്. സോ സെയിൽസ് ആണല്ലോ, അപ്പം എന്ത് ചെയ്തു? ഇൻവെൻറ്ററി കുറഞ്ഞു. ഓക്കെ, ഓൾസോ ക്യാഷ് കിട്ടിയിട്ടില്ല, നമുക്കത് എന്ത് ചെയ്യും? പിന്നെ കിട്ടും. സോ ഇപ്പം ക്രെഡിറ്റിനാണ്, അപ്പോൾ നമുക്ക് കിട്ടാനുണ്ട് റിസീവബിൾസ്. ഓൾസോ കറണ്ട് അസറ്റ്. റിസീവബിൾസ് കൂടി. ആൻഡ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇക്വിറ്റി ക്യാപിറ്റൽ കൂടും. സോ ക്യാപിറ്റൽ കൂടി. ആൻഡ് ഒബ്റ്റെയിൻ എ ബാങ്ക് ലോൺ. നമ്മളൊരു ബാങ്ക് ലോൺ എടുത്തു. നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ്. ക്യാഷ് കൂടി. ഓൾസോ ബാങ്ക് ലോൺ എന്ന് പറയുന്ന ലയബിലിറ്റി ഇല്ലേ? ലയബിലിറ്റി ഓൾസോ എന്ത് ചെയ്തു? കൂടി. ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ എന്ന് പറഞ്ഞ ലയബിലിറ്റി കൂടി. ബാങ്ക് പേയ്മെൻറ്റ് ഫോർ വേജസ്. ബാങ്ക് പേയ്മെൻറ്റ് ഫോർ വേജസ്. നമ്മൾ ബാങ്ക് ത്രൂ എന്ത് ചെയ്തു? വേജസ് കൊടുത്തു. ബാങ്ക് വഴി നമ്മൾ എന്ത് ചെയ്തു? വേജസ് കൊടുത്തു. വേജ് കൊടുക്കുക അതെന്താണ്? നമ്മുടെ എക്സ്പെൻസ് ആണ്. ഓക്കെ, സോ ബാങ്കിൽ നിന്ന് ക്യാഷ് പോയി. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക്? ഓക്കെ, ക്യാഷ് ഓർ ബാങ്ക് എന്ത് ചെയ്തു? കുറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? വേജസ് കൊടുത്തു. അത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് കുറയും. സോ അങ്ങനെ നമ്മൾ എന്ത് കുറഞ്ഞു? ക്യാപിറ്റൽ കുറഞ്ഞു. ഓക്കെ. ആൻഡ് ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ബാങ്കിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി അല്ലേ? നമുക്കൊരു ഇൻകം ആണ്. സോ ഇവിടെ ഒരു ഇൻകം ജനറേറ്റ് ആയി. ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻകം കിട്ടി. ഓൾസോ എന്ത് കിട്ടി? ക്യാഷ്. സോ ക്യാഷും കൂടി. ഇൻകം കൂടുക മീൻസ് നമ്മുടെ പ്രോഫിറ്റ് കൂടും. അപ്പോൾ ഓൾസോ എന്ത് കൂടും?
ക്യാപിറ്റൽ കൂടും. ഓക്കെ. ബാങ്ക് റെസീപ്റ്റ് ഫ്രം ക്രെഡിറ്റ് കസ്റ്റമർ, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് നേരത്തെ സാധനം വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അയാളിപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് അയച്ചിട്ടുണ്ട്. സോ അതാണിത് പറയുന്നത്. സോ ക്രെഡിറ്റ് കസ്റ്റമറാണ് അയച്ചത്. അപ്പോൾ ക്രെഡിറ്റ് കസ്റ്റമർ നമുക്ക് ആരായിരുന്നു, റിസീവബിൾസ് ആയിരുന്നു. റിസീവബിൾസ് എന്ത് ചെയ്തു, കുറഞ്ഞു. റിസീവബിൾസ് കുറഞ്ഞു. ദെൻ എന്ത് ചെയ്തു, നമ്മുടെ ബാങ്കിലേക്ക് ക്യാഷ് വന്നു അല്ലേ. അപ്പം ക്യാഷ് ഓർ ബാങ്ക് കൂടി. ആൻഡ് ലാസ്റ്റ് വൺ, ബാങ്ക് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റ് സപ്ലയർ, അതായത് നമ്മൾ സപ്ലയറിന് എന്തോ ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു. നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ബാങ്ക് ത്രൂ അവർക്ക് പേയ്മെൻറ്റ് നടത്തി. സോ ക്രെഡിറ്റ് സപ്ലയർ നമ്മളാണ് കൊടുത്തത്. സോ നമ്മുടെ ക്രെഡിറ്റ് സപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയബിൾസ് ആയിരുന്നു. പേയബിൾസ് കുറഞ്ഞു. ആൻഡ് ഓൾസോ ബാങ്ക് പേയ്മെൻ്റ് ആണ്, നമ്മൾ പേയ്മെൻറ്റ് നടത്തി. സോ ബാങ്ക് ഓർ ക്യാഷ് ഓൾസോ ഡിക്രീസസ്. ഇതാണ് ഈ ട്രാൻസാക്ഷൻ്റെ ഡ്യുവൽ എഫക്ട്സ് എന്ന് പറയുന്നത്. കനക സെറ്റ് അപ്പ് എ ന്യൂ റെസ്റ്റോറൻറ്റ് ആൻഡ് എൻറ്റേർഡ് ഇൻ ടു ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഫോർ ദ വീക്ക് കമൻസിങ് 1st June 2002. സോ നമ്മൾ ഫസ്റ്റ് വീക്കിൽ നടന്ന ട്രാൻസാക്ഷൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അക്കൗണ്ടിങ് ഇക്വേഷൻ നോക്കാം. സോ ഫസ്റ്റ്, paid a personal check for $30,000 into a newly opened business bank account as opening equity or capital for the business. Paid a personal check എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഓണർ ബിസിനസ്സിലേക്ക് ഇട്ട ക്യാഷ് അല്ലേ. അതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്, ക്യാപിറ്റൽ. ഓണർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് ഇസ് ക്യാപിറ്റൽ. സോ ഇവിടെ ഒരു ക്യാപിറ്റലും കൊണ്ടുവന്നു. ആൻഡ് ഓൾസോ എന്ത് കൂടി, ക്യാഷ് കൂടി. ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ക്യാഷ് വന്നത്. സോ ക്യാഷ് ഓർ ബാങ്ക് എന്ന് എഴുതാം. ഓക്കെ. സോ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാ, ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് കൂടി അല്ലേ. സോ ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് കൂടി. എത്ര രൂപ കൂടി, $30,000 കൂടി. ആൻഡ് ഓൾസോ ക്യാപിറ്റൽ കൂടി. ക്യാപിറ്റൽ ഓഫ് 30,000 ആൻഡ് ലയബിലിറ്റി 0. ഓക്കെ. സോ ഇവിടെയും 30,000, ഇവിടെയും 30,000. അക്കൗണ്ടിങ് ഇക്വേഷൻ ബാലൻസ് ആവുന്നുണ്ട്. ഇനി രണ്ടാമത്തേത്, പെയ്ഡ് $2,000 റെൻറ്റ് ബൈ ബാങ്ക് ട്രാൻസ്ഫർ. നമ്മൾ ബാങ്ക് വഴി എന്ത് ചെയ്തിട്ടുണ്ട്, റെൻറ്റ് പേ ചെയ്തിട്ടുണ്ട്. റെൻറ്റ് എന്താണ്, റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുമ്പോഴത്തേനും എന്ത് ചെയ്യും, പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ കുറയും. സോ നമ്മുടെ ബാങ്കിൽ നിന്ന് ക്യാഷും പോകുന്നുണ്ട്, ക്യാപിറ്റലും കുറയുന്നുണ്ട്. സോ അത് നമുക്കിവിടെ എഴുതാം. ക്യാഷ് കുറഞ്ഞു അല്ലേ. എത്ര രൂപ കുറഞ്ഞു, $2,000 കുറഞ്ഞു. ആൻഡ് ഓൾസോ ക്യാപിറ്റൽ കുറഞ്ഞു. എഗെയിൻ എങ്ങനെയാണ് ഈ ക്യാപിറ്റൽ കുറഞ്ഞത്, റെൻറ്റ് എക്സ്പെൻസ് വന്നത് വഴി ക്യാപിറ്റൽ കുറഞ്ഞു $2,000. ആൻഡ് ഇത് നമുക്കൊന്ന് ബാലൻസ്, 30,000 മൈനസ് 2,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $28,000 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ $30,000 ഈ 2,000 അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എഗെയിൻ $28,000. ലയബിലിറ്റി ഒന്നും ഇല്ല. എഗെയിൻ എന്തായി പോകുന്നുണ്ട്, രണ്ടും ബാലൻസ് ആയി പോകുന്നുണ്ട്. ഓക്കെ. ഇനി തേർഡ് വൺ, made a bank payment of $10,000 for the supply and installation of kitchen equipment and fittings. നമ്മുടെ ബിസിനസ് എന്താണ്, ഒരു റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ നടത്തുന്നത് അല്ലേ. ഒരു റെസ്റ്റോറൻ്റ് ആണ് നടത്തുന്നത്.
സോ അവിടേക്ക് വേണ്ട കിച്ചൺ എക്യുപ്മെൻറ്റ് ആൻഡ് ഫിറ്റിങ്സിൻ്റെ സപ്ലൈ ആൻഡ് ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തത് 10,000 ആണ്. ബാങ്ക് ത്രൂ ആണ് കൊടുത്തത്. സോ ക്യാഷ് 10,000 കുറയും. എക്യുപ്മെൻറ്റ് അല്ലേ, കിച്ചൺ എക്യുപ്മെൻറ്റ് ആൻഡ് ഫിറ്റിങ്സ് ഒരു നോൺ കറണ്ട് അസറ്റാണ്. സോ ഒരു നോൺ കറണ്ട് അസറ്റ് ഇൻക്രീസ് ആവുകയും ചെയ്തു. നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷനിലോട്ട് എഴുതാം. അസറ്റ് ഒരു നോൺ കറണ്ട് അസറ്റ് വന്നു. എക്യുപ്മെൻറ്റ് എത്ര കൂടി? $10,000 കൂടി. ആൻഡ് ക്യാഷ് കുറഞ്ഞു $10,000. പ്ലസും മൈനസും വെട്ടിപ്പോയി. ഓക്കെ, ദെൻ അഗെയിൻ എന്തായിട്ട് തന്നെ വരും? $28,000 ഈസ് ഈക്വൽ ടു $28,000 പ്ലസ് 0. അഗെയിൻ ബാലൻസ്ഡ്. ഓക്കെ, അഗെയിൻ അതേപോലത്തെ ഒരു ട്രാൻസാക്ഷൻ ആണ് വരുന്നത്. മെയ്ഡ് എ ബാങ്ക് പേയ്മെൻറ്റ് ഓഫ് $1,000 ഫോർ റെസ്റ്റോറൻറ്റ് ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫിറ്റിങ്സ്. ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫിറ്റിങ്സിന് നമ്മൾ ഒരു $1,000 ബാങ്ക് ത്രൂ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഈ ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫിറ്റിങ്സ് ഓൾസോ ഒരു നോൺ കറണ്ട് അസറ്റാണ്. സോ നോൺ കറണ്ട് അസറ്റ് കൂടി, കറണ്ട് അസറ്റായിട്ടുള്ള ക്യാഷ് കുറഞ്ഞു. ക്യാഷ് ഒരു $1,000 കുറഞ്ഞു. അതുപോലെ തന്നെ ഫിക്സ്റ്റേഴ്സ് നോൺ കറണ്ട് അസറ്റാണ്, അത് $1,000 കൂടി. സോ അഗെയിൻ പ്ലസ് ആൻഡ് മൈനസ് കട്ടായി. 28,000 ഈസ് ഈക്വൽ ടു $28,000 പ്ലസ് 0. ഓക്കെ, അടുത്തത് പർച്ചേസ്ഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു സെൽ ഇൻ ദ റെസ്റ്റോറൻറ്റ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് വാങ്ങി? ഫുഡ് ആൻഡ് ഡ്രിങ്ക് പർച്ചേസ് ചെയ്തു. സോ അത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇൻവെൻറ്ററി ആണ്. അറ്റ് എ കോസ്റ്റ് ഓഫ് $500 ആൻഡ് എഗ്രീഡ് ടു പേ ദ സപ്ലയർ ഇൻ 1 month. ക്യാഷ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഒരു മാസത്തിനുള്ളിൽ പേ ചെയ്യാം എന്ന് എഗ്രിയാണ് ചെയ്തത്. സോ ഇൻവെൻറ്ററി എന്ന് പറയുന്ന ഒരു കറണ്ട് അസറ്റ് കൂടി. ക്യാഷ് പേ ചെയ്തില്ല, ബട്ട് നമ്മൾ ലയബിളാണ്, സപ്ലയറിന് ക്യാഷ് കൊടുക്കാൻ ലയബിളാണ്. സോ പേയബിൾസ് എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി ഇൻക്രീസ് ആയി. സോ കറണ്ട് അസറ്റായ ഇൻവെൻറ്ററി ഒരു $500 കൂടി. അതുപോലെ തന്നെ ക്യാപിറ്റലിൽ ചേഞ്ച് ഇല്ല. പേയബിൾസ് കൂടി, അങ്ങനെ ലയബിലിറ്റി ഇൻക്രീസ് ആയി. പേയബിൾസ് എത്രയാണ്? $500. സോ ഇത് നമുക്ക് ബാലൻസ് ചെയ്യാം. $28,500 ഈസ് ഈക്വൽ ടു 28,000 പ്ലസ് 500. ഇതെന്ത് തന്നെയാണ്? 28,500. ഇവിടെയും എന്തായി? ബാലൻസ്ഡ് ആയി അല്ലേ? ആൻഡ് ദ ലാസ്റ്റ് വൺ, റിസീവ്ഡ് റെസീപ്റ്റ്സ് ഫ്രം റെസ്റ്റോറൻറ്റ് കസ്റ്റമർ ടോട്ടലി 1,750. ഇത് വേറൊന്നുമല്ല, നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കസ്റ്റമറിന് നമ്മുടെ സാധനങ്ങൾ വിറ്റു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 1,750 കിട്ടി. അതാണ് ഇവിടെ പറയുന്നത്. സോ നമ്മുടെ കയ്യിൽ എത്ര രൂപയുടെ സാധനമായിരുന്നു ഉണ്ടായിരുന്നത്? $500 ഇൻവെൻറ്ററി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ $500 നിന്നാണ് നമ്മൾ എത്ര രൂപ ഉണ്ടാക്കിയത്? 1,750 ഉണ്ടാക്കിയത്. സോ അപ്പോൾ ഇവിടെ എന്തൊക്കെ നടന്നു? നമ്മുടെ ഇൻവെൻറ്ററി കുറഞ്ഞു, അതുപോലെ തന്നെ ക്യാഷ് കൂടി, ഓൾസോ പ്രോഫിറ്റും ഇൻക്രീസ് ആയി. ഓക്കെ, ക്യാഷ് എന്ന് പറയുന്ന ഒരു നോൺ കറണ്ട് അസറ്റ്, $1,750 ഇൻക്രീസ് ആൻഡ് ഇൻവെൻറ്ററി കുറഞ്ഞു. എത്ര രൂപയുടെ ഇൻവെൻറ്ററി? ഇവിടുത്തെ ഈ $500 ഇൻവെൻറ്ററി
$500 inventory. ഓൾസോ ക്യാപിറ്റലിൽ നിന്ന് എന്തോ ചേഞ്ച് വന്നു, പ്രോഫിറ്റ് ഇൻക്രീസ് ആയി. പ്രോഫിറ്റ് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടായി? $1,250 പ്രോഫിറ്റ് പ്ലസ് നമ്മുടെ നേരത്തെ 500 ലയബിലിറ്റി. ഇതൊന്ന് ബാലൻസ് ചെയ്യാം. ഓക്കെ, 28,500 പ്ലസ് 1,750 മൈനസ് 500 ചെയ്യുമ്പം $29,750 കിട്ടും. അസറ്റ്സ് ഇത്രയാണ് കിട്ടിയത്. ഇനി നമ്മുടെ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി പാർട്ട് നോക്കുമ്പം 28,000 പ്ലസ് 1,250 ചെയ്യുമ്പോൾ 29,250 കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 500 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 29,750 തന്നെ കിട്ടും. സോ again balanced. യെസ്, സോ അക്കൗണ്ടിങ് ഇക്വേഷൻ എവറി ട്രാൻസാക്ഷൻ കഴിയുമ്പം എന്തായിരിക്കും? ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ അക്കൗണ്ടിങ് ഇക്വേഷൻ.